about our Christian life. ആമേൻ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയാൻ Living ആഗ്രഹിക്കുന്നു. Christian life. ആമേൻ. ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതം. And it comes with three important stages. അത് മൂന്ന് ഘട്ടങ്ങൾ, പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങളിൽ കൂടിയാണ്. Number one, identity. ഒന്നാമതായി വ്യക്തിത്വം, Second, intimacy. രണ്ടാമതായി അടുപ്പം, And third, impact. മൂന്നാമതായി സ്വാധീനം. A Christian journey starts with identity. നമ്മുടെ ക്രിസ്തീയ ജീവിതം അതൊരു വ്യക്തിത്വത്തിൽ കൂടിയാണ് ആരംഭിക്കുന്നത്. It continues to become intimacy with God. അത് ദൈവത്തോട് ഒരു അടുപ്പമായി അത് മാറുവാനിടയാകും. And then after intimacy, it becomes a very impactful life. ആമേൻ. പിന്നീട് അത് മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഒരു ജീവിതമായി മാറും. So remember, in today's message, ഇന്നത്തെ ഈ സന്ദേശത്തിൽ I want to share this from New Testament. ഇത് പുതിയ നിയമത്തിൽ നിന്ന് നിങ്ങളെ കാണിക്കുവാൻ But I ആഗ്രഹിക്കുന്നു. will bring an Old Testament narration of this maturity. പക്ഷേ ഈ ഒരു വളർച്ചയെ പഴയ നിയമത്തിൽ നിന്ന് കാണിക്കുവാൻ ഞാൻ From ആഗ്രഹിക്കുന്നു. Old Testament I will pick and I will establish that in New Testament. പഴയ നിയമത്തിൽ നിന്ന് ചിന്ത ആരംഭിച്ച് പുതിയ നിയമത്തിൽ അത് സ്ഥാപിക്കുവാൻ You may be ആഗ്രഹിക്കുന്നു. seeing three pictures there. ആമേൻ. നിങ്ങൾ മൂന്ന് ചിത്രങ്ങൾ അവിടെ കാണുന്നുണ്ട്. Picture of a tent, ഒരു കൂടാരത്തിന്റെ ചിത്രം, and then you see a picture of an altar, അതിനുശേഷം ഒരു യാഗപീഠത്തിന്റെ ഒരു and ചിത്രം, then you see a picture of a well. അതിനുശേഷം ഒരു കിണറിന്റെ ചിത്രം കൂടി. And this is an Old Testament narration. ഇതൊരു പഴയ നിയമത്തിലെ ചരിത്രമാണ്. And then what it has to impact in our Christian life in New Testament. പുതിയ നിയമത്തിലെ പ്രകാരമാണ് ഇത് ക്രിസ്തീയ ജീവിതത്തിൽ ഇത് സ്വാധീകരിക്കുന്നത്. It shows the identity, intimacy and impact. ആമേൻ. ഇതൊരു വ്യക്തിത്വം, ഇത് അടുപ്പം, അതിനോട് കൂടെ ഒരു സ്വാധീനം കൂടി Let's turn കാണിക്കുന്നു. our Bible towards Genesis, the book of Genesis chapter 12 verse 7 and 8. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 7-8 വാക്യം നമുക്ക് Come on, ശ്രദ്ധിക്കാം. can we read it together? Sure, Then the Lord appeared to Abram and said, to your descendants I will give this land. And there he built an altar to the Lord, and he pitched his tent. This is a story of Abraham. ഇത് അബ്രഹാമിന്റെ ഒരു ചരിത്ര ഭാഗമാണ്. But years later, ആമേൻ. വർഷങ്ങൾക്ക് his son Isaac came to the same place. ആമേൻ. ഇതേ സ്ഥലത്ത് ഇസഹാക്ക്, തന്റെ മകനായ ഇസഹാക്ക് വരുവാനിടയായി. And what Isaac did, എന്താണ് ഇസഹാക്ക് അവിടെ ചെയ്തത്? almost like 14 chapters later, ആമേൻ. 14 അധ്യായങ്ങൾക്ക് ശേഷം Genesis 26:25. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 26-25. Come on, let's read together. So he built, he's Isaac, he built an altar there and called on the name of the Lord, and he pitched his tent there, and there Isaac's servants dug a well. An ongoing thing. ആമേൻ. ഇത് തുടർമാനമായി നടക്കുന്ന ഒരു വസ്തുതയാണ്. Now I want you to notice one thing. ഒരു കാര്യം ശ്രദ്ധിക്കുക. God called Abraham to come out of his place. ആമേൻ. അബ്രഹാമിനെ തന്റെ ആയിരിക്കുന്ന ഇടത്തു നിന്ന് പുറത്ത് വിളിക്കുവാനിടയായി. God is taking Abraham and his family to a journey. ആമേൻ. ഒരു യാത്രയ്ക്കായി അബ്രഹാമിനെ തന്റെ കുടുംബത്തെ ക്ഷണിക്കുകയാണ്. Same like how we were. ആമേൻ. നാം എപ്രകാരമായിരുന്നു അതുപോലെ We all were living in our situations. നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ നാം ജീവിച്ചു വന്നിരുന്നതാണ്. In sin. ആമേൻ. പാപത്തിൽ. Completely depressed. ആമേൻ. പൂർണ്ണമായി ഡിപ്രസ്ഡ് ആയി. Failed. ആമേൻ. തോൽവിയിൽ. Looking for help. ആമേൻ. ഒരു സഹായത്തിന് വേണ്ടി നോക്കി. And there was no help at all. ആ സമയത്ത് സഹായത്തിന് ആരുമില്ലായിരുന്നു. We would have ended up in hell. ആമേൻ. നാം നരകത്തിൽ എത്തിച്ചേരുമായിരുന്നു. But God called us. പക്ഷേ അവിടുന്ന് ദൈവം നമ്മളെ വിളിച്ചു. When God called us, ദൈവം വിളിച്ചപ്പോൾ he called us from that place. ആമേൻ. ആ ഒരു ഇടത്തിൽ നിന്ന് നമ്മളെ വിളിച്ചു. And said that I will show you a destiny. ആമേൻ. ഞാനൊരു ലക്ഷ്യം കാണിച്ചു തരാം. So in order to go to a destiny, we had to trust this Lord. ആ ലക്ഷ്യത്തിൽ എത്തുവാൻ വേണ്ടി ദൈവത്തെ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. Same thing with Abraham. അത് തന്നെയാണ് അബ്രഹാമിനും. God said, I will show you a destiny. ദൈവം പറഞ്ഞു ഞാനൊരു ലക്ഷ്യം കാണിച്ചു തരാം. No complete blueprint. ആമേൻ. അതിന് പൂർണ്ണമായ ചിത്രമൊന്നും കൊടുത്തില്ല. Abraham doesn't know where is he going. അബ്രഹാമിന് എവിടേക്കാ പോകുന്നതെന്ന് അറിയില്ല. But the journey started. പക്ഷേ ആ യാത്ര ആരംഭിച്ചു. And in this journey, ഈ യാത്രയിൽ this Old Testament narration shows the three important ഈ things. പഴയ നിയമ ചരിത്രം 3 പ്രധാനപ്പെട്ട വസ്തുത കാണിക്കുന്നു. Growth of a believer from that place where he knows nothing to a place where he became an influence and impact. ആമേൻ. ഒന്നും അറിയാത്ത ഒരിടത്തിൽ നിന്നും മറ്റുള്ളവരെ സ്വാധീനിക്കത്തക്ക ഒരു വളർച്ചയെ നമുക്ക് കാണുവാനിടയാകും. So have you seen a thing in this place, in this narration? ആമേൻ. ഈ ഒരു ചരിത്രത്തിൽ ഒരു വസ്തുത നിങ്ങൾ I know ശ്രദ്ധിക്കണം. you might have heard so many sermons നിങ്ങൾ about it. ഒരുപാട് സന്ദേശങ്ങൾ I do കേട്ടിട്ടുണ്ടായിരിക്കും. remember I preached a sermon on this probably a few years back. അല്പവർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതേ ഭാഗത്തിൽ നിന്ന് മറ്റൊരു സന്ദേശം പ്രസംഗിച്ചിട്ടുണ്ട്. And I'm so glad that you don't remember it. ആമേൻ. നിങ്ങൾ അത് ഓർക്കുന്നില്ല. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. But that was a different story. അത് മറ്റൊരു സന്ദേശമായിരുന്നു. So I have already
made a formation of the story. ആമേൻ. ഞാൻ ഇതിന്റെ ചരിത്രഭാഗം ഏകദേശം നിങ്ങളോട് പറഞ്ഞു. But then, listen to this, what is happening. ഇവിടെ നടക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. Bible says Abraham pitched the tent. ആമേൻ. വചനം ഇപ്രകാരം പറയുന്നത് താൻ കൂടാരം മാറ്റിയടിക്കുവാനിടയായി. Second, he built the altar. രണ്ടാമതായി താൻ യാഗപീഠം പണിയുവാനിടയായി. And then he dug wells. മൂന്നാമതായി കിണറുകൾ കുഴിക്കുവാനിടയായി. Listen very carefully. ശ്രദ്ധിച്ചു കേൾക്കുക. Pitched the tent. കൂടാരം അടിച്ചു. Build the altar. യാഗപീഠം പണിതു. And dug well. കിണറുകൾ കുഴിക്കുവാനിടയായി. The order is very simple. ഈ ഓർഡർ വളരെ ലഘുവാണ്. It looks like, it looks like a simple thing. ആമേൻ. ഒരു സാധാരണ പോലെ തോന്നും. But in New Testament, when you come, പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ it makes sense. ഇതിന് വലിയ അർത്ഥമുണ്ട്. And I will tell you why. അത് ഞാൻ എന്താന്ന് പറയാം. This is not accidental. ആമേൻ. ഇത് അപകടവശാൽ സംഭവിച്ചതൊന്നുമല്ല. This is a spiritual progression. ഇതൊരു ആത്മീക വളർച്ചയാണ്. So, a complete picture is whether it's Abraham or Isaac, ഇത് അബ്രഹാം ആകട്ടെ ഐസാക്ക് ആകട്ടെ, they pitched their tent. അവര് കൂടാരം മാറ്റിയടിക്കുവാനിടയായി. And the tent is something about, when New Testament we will talk about identity. ആമേൻ. ഈ കൂടാരം എന്ന് പറയുന്നതാണ് പുതിയ നിയമത്തിൽ വ്യക്തിത്വം എന്ന് പറയുന്നത്. And then they built altar. അതിനുശേഷം അവർ യാഗപീഠം പണിതു. Altar is a place where human being connects to God. യാഗപീഠം അവിടാണ് മനുഷ്യരും ദൈവവുമായി ബന്ധപ്പെടുന്നത്. A relationship with God. ഒരു ദൈവവുമായി ഒരു അടുപ്പം സ്ഥാപിക്കുന്നത്. That is the place where God speaks to people. അവിടാണ് ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നത്. And people speak to God. ജനം ദൈവത്തോടും സംസാരിക്കുന്നത്. And then the third thing, മൂന്നാമത്തെ വസ്തുത, the well. ആമേൻ, കിണർ. Digging well. ആമേൻ. കിണറുകൾ കുഴിക്കുക. Digging well is more serving. ആമേൻ. ഇത് കൂടുതൽ ശുശ്രൂഷയാണ്. It's more impact. ആമേൻ. ഇത് സ്വാധീനത്തെ It's കാണിക്കുന്നു. more influence. അത് മറ്റുള്ളവരോട് സ്വാധീനം So when you ചെലുപ്പിക്കുകയാണ്. talk about a mature Christian life, ആമേൻ. ഒരു മെച്യൂർ ആയിട്ടുള്ള ക്രിസ്തീയ ജീവിതം പറയുകയാണെങ്കിൽ from Old Testament we'll take it, and New Testament will say this shows our development of our identity. ആമേൻ. പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ വളർച്ച. Second, are dependent upon intimacy with God. രണ്ടാമതായി ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോടുള്ള അടുപ്പവും. Third thing, being a believer, what impact we are putting to our family and friends and church. മൂന്നാമതായി ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ മറ്റുള്ളവരുടെ പ്രകാരം നമുക്ക് സ്വാധീനം ചെലുപ്പിക്കുവാൻ Let's കഴിയും. take one by one. ഓരോന്നോരോന്നായി നമുക്കൊന്ന് ചിന്തിക്കാം. Let's take the very first thing. ഒന്നാമത്തെ വസ്തുത നമുക്ക് നോക്കാം. Pitching the tent. കൂടാരമടിക്കുക. So pitching tent means we are creating an identity. ആമേൻ. ഇതിന്റെ അർത്ഥം നാം ഒരു വ്യക്തിത്വം In സ്ഥാപിക്കുക. New Testament, we will translate this as an establishing our identity with Christ. ആമേൻ. പുതിയ നിയമത്തിൽ പ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൽ നമ്മുടെ വ്യക്തിത്വം സ്ഥാപിക്കുക. Whether you consider Abraham or you consider Isaac or even later on the whole Israelites, ആമേൻ. അബ്രഹാമാകട്ടെ ഇസഹാക്കട്ടെ അല്ല പിന്നീടുള്ള ആ ഇസ്രായേൽ ജനമാകട്ടെ, they continue to pitch tent. അവർ കൂടാരങ്ങൾ മാറ്റിയടിക്കുവാൻ ഇടയായി. Have you ever noticed they pitched tent, then they did not build tent. ആമേൻ. അവർ കൂടാരം മാറ്റിയടിക്കുകയായിരുന്നു, അവർ കൂടാരം പണിയുകയല്ലായിരുന്നു. They never built tent. അവർ കൂടാരം പണിഞ്ഞില്ല, They were pitching tent. അവർ കൂടാരം മാറ്റിയടിക്കുകയായിരുന്നു. Pitching is a temporary word. ആമേൻ. ആ മാറ്റിയടിക്കുക എന്ന് പറയുന്നത് താൽക്കാലികമായ അർത്ഥമാണ്. A simple thing is that Abraham is saying, ആമേൻ. അബ്രഹാം ലഘുവായിട്ട് പറയുകയാണ്, I'm not settling down here. ഞാൻ ഇവിടെ സെറ്റിൽ ചെയ്യാനല്ല, My destiny is somewhere എന്റെ else. ലക്ഷ്യം My വേറൊരിടത്താണ്. destiny is somewhere എന്റെ else. ലക്ഷ്യം വേറൊരിടമാണ്. So when we talk about this, ആമേൻ. ഇതിനെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ this tent represents our identity. ഈ കൂടാരം നമ്മുടെ വ്യക്തിത്വത്തെ കാണിക്കുന്നു. Who am I? ഞാൻ ആരാകുന്നു? Who was Abraham? അബ്രഹാം ആരായിരുന്നു? Who was Sarah? സാറ Who ആരായിരുന്നു? was Isaac? ഇസഹാക്ക് And ആരായിരുന്നു? then the whole clan. ആമേൻ. ആ മുഴുവൻ ജാതി They ആരായിരുന്നു? were declaring to the people, ആമേൻ. അവർ മറ്റുള്ള ജനത്തോട് വിളിച്ചു even പറയുകയാണ്, though we pitch tent here, ഞങ്ങൾ ഇവിടെ കൂടാരം അടിക്കുന്നുണ്ടെങ്കിൽ this is not where we are going to live. ഇവിടല്ല ഞങ്ങൾ താമസിക്കാൻ And പോകുന്നത്. everybody who were the strangers and the people around the nations, ആമേൻ. അവർക്ക് ചുറ്റുമുള്ള ജാതികൾ they are wondering, ആമേൻ അവർ ചിന്തിക്കും, why are they wandering Arameans? ആമേൻ. അവരെന്തിനാണ് മാറി മാറി സഞ്ചരിക്കുന്നത്? They're wandering. അവര് മാറി മാറി Why സഞ്ചരിക്കുകയാണ്. would they do that? എന്തിനു വേണ്ടി അത് They ചെയ്യുന്നു? can take a land. ആമേൻ. അവർക്കൊരു ദേശം എടുക്കാം. In between, there were many kings who offered land for permanent settlement. ആമേൻ. ഇവരുടെ യാത്രയിൽ ഒരുപാട് രാജാക്കന്മാരുടെ സ്ഥലങ്ങൾ അവർക്ക് കൊടുക്കുവാനിടയായി. There were nations who said, you can settle down here. ആമേൻ. ജാതികൾ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ വസിക്കാം. But Abraham said, പക്ഷേ അബ്രഹാം പറഞ്ഞു, that is not what I heard. അവൻ
ഞാൻ കേട്ടത് അതല്ല. That is not what I heard. ഞാൻ അതല്ല കേട്ടത്. My God, when He called me, എന്റെ ദൈവം എന്നെ വിളിച്ചപ്പോൾ He said, go to a place that I will show you. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. He didn't say to settle down anywhere. ആമേൻ. മറ്റെങ്ങും സെറ്റിൽ ചെയ്യുവാനല്ല വിളിച്ചത്. And it's not just 1 year. ആമേൻ. അത് ഒരു വർഷമല്ല. It's been years after years. വർഷങ്ങളായി. We are just moving on. ഞങ്ങൾ മാറി മാറി സഞ്ചരിക്കുകയാണ്. I didn't hear from the Lord ആമേൻ. ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടില്ല. where I need to settle down. എവിടെ ഞാൻ വസിക്കണമെന്ന്. I know one thing. ഒരു കാര്യം അറിയാം. This is not my place. ഇവിടല്ല എന്റെ ദേശം. Kings can offer. ആമേൻ. രാജാക്കൾക്ക് സ്ഥലം തരാം. Nations can offer. ജാതികൾക്ക് ഓഫർ തരാം. It feel like it's a favor coming. ആമേൻ. എന്നോടുള്ള ഒരു പ്രസാദം എന്ന് എനിക്ക് തോന്നാം. I feel like blessings coming. അനുഗ്രഹം വരുന്നു എന്ന് എനിക്ക് But തോന്നാം. Abraham was tuned to the Lord. പക്ഷേ അബ്രഹാം ദൈവവുമായി ട്യൂൺ He knows ചെയ്തിരിക്കുകയായിരുന്നു. what is his identity. തന്റെ വ്യക്തിത്വം എന്താണെന്ന് നന്നായി Kings അറിയാമായിരുന്നു. started to change their identity. ആമേൻ. രാജാക്കന്മാർ തന്റെ വ്യക്തിത്വം മാറ്റാൻ ശ്രമിച്ചു. Even kings tried to change their identity. ആമേൻ. രാജാക്കന്മാർ അവരുടെ വ്യക്തിത്വം തന്നെ മാറ്റാൻ ശ്രമിച്ചു. Nations tried to change the identity of Abraham and clan. അബ്രഹാമും തന്റെ ജാതിയുടെയും വ്യക്തിത്വം മറ്റ് ജാതികൾ ശ്രമിച്ചു Can I മാറ്റാൻ. call to New Testament church? പക്ഷേ ഇന്ന് പുതിയ നിയമസഭയെ ഞാൻ ഒന്ന് Remember, Christ has given his blood for us. ആമേൻ. ക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ രക്തം ചൊരിയുവാനിടയായി. Christ has given his blood for us. ആമേൻ. നമുക്ക് വേണ്ടി ക്രിസ്തു തന്റെ രക്തം So that ചൊരിയുവാനിടയായി. we may not find this world as a permanent place. ആമേൻ. ഈ ലോകം നമുക്ക് എന്നേക്കുമായ ഒരു ലോകമായി കാണാതിരിക്കുവാൻ. Hebrews 11:9-10 says, ഹെബ്രായർക്ക് ലേഖനം 11:9-10 വാക്യം പ്രവചിക്കുന്നു. Abraham dwelt in tents. ആമേൻ. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. Come on, can you read with me? ആമേൻ. ചേർന്ന് നമുക്ക് വായിക്കാമോ? And he waited for the city, ആമേൻ. which has foundation, whose builder and maker is God. ആമേൻ. ഹല്ലേലൂയ. ദൈവം Hallelujah. ശില്പിയായും നിർമ്മിച്ച അടിസ്ഥാനമിട്ട ആ വാഗ്ദത്ത നഗരത്തിനായി കാത്തിരുന്നു. Can you say amen to this? അതിന് ചേർന്ന് ആമേൻ പറയുവാൻ കഴിയുമോ? Oh, the Holy Spirit is reminding. ആമേൻ. പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. When Abraham was pitching his tent, അബ്രഹാം തന്റെ കൂടാരം അടിച്ചപ്പോൾ and when people say, come on, I will give you land, ആമേൻ. ജനങ്ങൾ പറഞ്ഞു, ബാ ഞാൻ നിങ്ങൾക്ക് we will ദേശം തരാം. establish you here. ഇവിടെ നിങ്ങളെ പ്രാർത്ഥിക്കാം. Abraham kept one thing in his mind. അബ്രഹാം തന്റെ ഹൃദയത്തിൽ ഒരു കാര്യം സൂക്ഷിച്ചു. Then Israelites didn't know this. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് But in അറിയത്തില്ലായിരുന്നു. New Testament, പക്ഷേ പുതിയ നിയമത്തിൽ Holy Spirit reveals ആമേൻ. it, പരിശുദ്ധാത്മാവ് saying ഓർമ്മിപ്പിക്കുകയാണ്. that he had a city in his mind ആമേൻ. അബ്രഹാമിന് ഒരു നഗരത്തെ കുറിച്ച് തന്നെ മനസ്സിലുണ്ട്. which doesn't have the foundation of man. അത് മനുഷ്യന്റെ He അടിസ്ഥാനമുള്ള was നഗരമല്ല. waiting for a city ആമേൻ. ഒരു നഗരത്തിന് വേണ്ടി whose കാത്തിരുന്നു. builder and maker is God. അതിന്റെ ശില്പിയും നിർമ്മാതാവും Can I call to this ദൈവമാണ്. church today? സഭയോട് ഒരു കാര്യം ഞാൻ ആഹ്വാനം ചെയ്യട്ടെ. We live in a tent നാം here. ഇവിടെ ഒരു കൂടാരത്തിൽ This is പാർക്കുന്നു. temporary. ഇത് താൽക്കാലികമാണ്. Yes, we might have favors. നമുക്ക് ഒരുപാട് We പ്രസാദങ്ങൾ might have ലഭിക്കാം. blessings. അനുഗ്രഹങ്ങൾ ലഭിക്കാം. We will have more things coming in. ഒരുപാട് കാര്യങ്ങൾ വന്നു We will have ചേരാം. jobs after jobs. ആമേൻ. ജോലികൾക്ക് പുറമെ ജോലി We will ലഭിച്ചേക്കാം. make money after money. ധനം സമ്പാദിച്ചെന്ന് We can വരാം. have millions of dollars. ആമേൻ. ഒരുപാട് ധനം സമ്പാദിച്ചെന്ന് But let വരാം. me call this church പക്ഷേ today. സഭയോട് ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. Your identity is not something connected to this ഈ tent. ലോകത്തോട് അനുരൂപരായിരിക്കുവാനല്ല നിങ്ങളുടെ This വ്യക്തിത്വം. tent is not your ഈ identity. കൂടാരമല്ല നിങ്ങളുടെ വ്യക്തിത്വം. We have a city. നമുക്കൊരു നഗരമുണ്ട്. We have a city. നമുക്കൊരു നഗരമുണ്ട്. We are waiting for that city. അതിനുവേണ്ടി നാം Though we കാത്തിരിക്കുകയാണ്. suffer, ഇവിടെ നാം കഷ്ടത though we അനുഭവിക്കുകയാണെങ്കിൽ, are perplexed, നാം ഒരുപാട് we may be ചിന്താകുലരാണെങ്കിലും, depressed, നാം ഡിപ്രസ്ഡ് we ആണെങ്കിലും, may have all kinds of sickness, എല്ലാ തരത്തിലുള്ള all kinds രോഗമുണ്ടെങ്കിലും, of sufferings, ഒരുപാട് but we കഷ്ടതയുണ്ടെങ്കിലും, have a city. പക്ഷെ നമുക്കൊരു നഗരമുണ്ട്. Can we lift our eyes ആ കണ്ണുകൾ അതിലേക്കൊന്ന് ഉയർത്താൻ towards that കഴിയുമോ? city? ആ നഗരത്തിലേക്ക്. It is not made by any builder. അത് ഈ ലോകത്തിലെ ബിൽഡർ ആയിട്ടുള്ളതല്ല. No, nobody else have made it. മറ്റാരുമല്ല The അതുണ്ടാക്കിയിരിക്കുന്നത്. builder and the maker is our God. അതിന്റെ ശില്പിയും നിർമ്മാതാവും നമ്മുടെ Can we give a big ദൈവമത്രേ. hand to the ആ Lord? കരങ്ങളെ ചേർത്തടിക്കുവാൻ Can കഴിയുമോ? I get all your focus out? ആമേൻ. നിങ്ങൾ കരങ്ങളെ ചേർത്തടിക്കാൻ Can I കഴിയുമോ? take all your focus? നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ഞാൻ Can we ചലിപ്പിക്കട്ടെ. focus on that cross? ആ ക്രൂശിലേക്ക് ഒന്ന് നോക്കുവാൻ കഴിയുമോ? That cross gave us this identity. ആമേൻ. ആ ക്രൂശാണ് നമുക്ക് ആ വ്യക്തിത്വം നൽകി This തന്നത്. tent is showing us. ആമേൻ. ഈ കൂടാരം കാണിക്കുന്നത്. Meanwhile, there will be a lot of people who will call your attention. ആമേൻ. നിങ്ങളുടെ ശ്രദ്ധ ചലിപ്പിക്കുന്ന ഒരുപാട് പേര് കാണാം. Companies will call you. കമ്പനികൾ നിങ്ങളെ വിളിക്കും. Oh, managers will call you. മാനേജർമാര് നിങ്ങളെ വിളിക്കും. Presidents will call you. പ്രസിഡന്റ് വിളിച്ചെന്ന് വരാം. They will give you many favors. ഒരുപാട് ഫേവർ തരും. But the church of Jesus Christ, പക്ഷെ കർത്താവിന്റെ സഭ, this is not our place. ആമേൻ, ഇതല്ല നമ്മുടെ Our സ്ഥലം.
identity doesn't belong to this place. നമ്മുടെ വ്യക്തിത്വം ഈ Our സ്ഥലവുമായിട്ടല്ല. identity is Christ. ആമേൻ. നമ്മുടെ വ്യക്തിത്വം ക്രിസ്തുവിലാണ്. Can I get a good amen? എത്ര പേർക്ക് നല്ലൊരു ആമേൻ പറയാം? Can I get a good amen? നല്ലൊരു ആമേൻ പറയാമോ? And remember, in this stage, ആമേൻ, ഈ ഒരു ഘട്ടത്തിൽ even when you're pitching the tent, നിങ്ങൾ കൂടാരം മാറ്റി ഒടിക്കുമ്പോൾ Bible says, വചനം പറയുന്നു God can bless you. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ Hey, കഴിയും. while you're pitching tent, നിങ്ങൾ കൂടാരം അടിക്കുമ്പോൾ God can still bless you. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയും. Genesis 26:13 says, ആമേൻ. ഉൽപ്പത്തി പുസ്തകം 26 പറയുന്നു, the man became rich. This is about Isaac. ആമേൻ. ഇസാക്കിനെ കുറിച്ച് പറയുന്നത് താൻ ധനികനാവാനിടയായി. Isaac planted crops in that land. ആ ദേശത്ത് വിത്ത് വിതയ്ക്കുവാനിടയായി. And in the same year, ആ വർഷം തന്നെ reaped 100-fold. 100 വേനി കൊയ്യുവാനിടയായി. Why? എങ്ങനെ അത് സംഭവിച്ചു? Come on, speak to me louder. ആമേൻ. ഉച്ചത്തിൽ ഒന്ന് പറയാൻ Why he was blessed? എങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാനിടയായി? Because the Lord blessed him. ആമേൻ. ദൈവം തന്നെ When അനുഗ്രഹിച്ചതുകൊണ്ട് you pitch your tent, നിങ്ങൾ കൂടാരം your അടിക്കുമ്പോൾ eyes are on the city. ആമേൻ, ആ പട്ടണത്തിലേക്കാണ് കണ്ണുള്ളത്. Identity is in Christ. വ്യക്തിത്വം ക്രിസ്തുവിലാണ്. Whatever you do, ഇവിടെ എന്ത് ചെയ്താലും, wherever you put your hands, ആമേൻ, എവിടെയൊക്കെ നിങ്ങളുടെ കരം my God ചലിപ്പിച്ചാലും, can bless you. എന്റെ ദൈവത്തിന് നിങ്ങളെ My അനുഗ്രഹിക്കാൻ God കഴിയും. can bless you. എന്റെ ദൈവത്തിന് He അനുഗ്രഹിക്കാൻ can കഴിയും. fill your barns and yarns. ആമേൻ. നിങ്ങളുടെ അനുഗ്രഹിക്കാൻ കഴിയും. Come on, hallelujah. ഹല്ലേലൂയ. He can fill you with wealth. ആമേൻ. ധനം കൊണ്ട് He അനുഗ്രഹിക്കാൻ can give കഴിയും. you healing. ആമേൻ. സൗഖ്യം തരുവാൻ He കഴിയും. can give you offsprings. ആമേൻ. നിങ്ങൾക്ക് സന്തതി He തരുവാൻ can കഴിയും. bless your family. നിങ്ങളുടെ കുടുംബത്തെ He അനുഗ്രഹിക്കാൻ can കഴിയും. bless your business. നിങ്ങളുടെ ബിസിനസിനെ But അനുഗ്രഹിക്കാൻ കഴിയും. always remember, പക്ഷേ ഓർക്കുക, I am pitching the tent. ഞാൻ ഇവിടെ കൂടാരം I am അടിക്കുകയാണ്. not building a tent here. ഞാൻ ഇവിടെ കൂടാരം പണിയുകയല്ല. Something else I need to build. ഞാൻ മറ്റൊന്നാണ് I am പണിയേണ്ടത്. just pitching my tent. കൂടാരമാണ് ഇവിടെ അടിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ Can we പറ്റുമോ? just praise God? കൂടാരം അടിക്കുമ്പോഴും Even when you're pitching your tent, ഒന്നും സഹായിക്കാൻ when ആരുമില്ലെങ്കിലും there is no one to help you നീ out, ചെയ്യുന്ന പ്രവൃത്തിയെ അനുഗ്രഹിക്കുന്ന എന്റെ ദൈവശക്തനാണ്. God is able to bless the work of your ഒരു hand. വിശ്വാസി എന്ന നിലയിൽ Just as a believer, ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ വേണം അത് നൽകി തരുവാൻ എന്റെ ദൈവം ശക്തനായ my God ദൈവമാണ്. is able to bless you with whatever you need as a believer. ഉറവകളെ തുറക്കുവാൻ എന്റെ ദൈവം He ശക്തനാണ്. is able to open up sources വിശ്വസിക്കുന്ന for you. ദൈവത്തെ സ്തോത്രം ചെയ്യാൻ If you പറ്റുമോ? believe it, can you just praise ഇന്നും God? രോഗികളെ സൗഖ്യമാക്കുന്നു നമ്മൾ ബൈബിൾ സ്റ്റഡി We കേട്ടതുപോലെ just heard in the Bible study that even today God അവൻ can heal. രോഗികളെ സൗഖ്യമാക്കും. He would still അവൻ heal the sick. ഭൂതങ്ങളെ മാറ്റും. He would cast out the demons. അന്ധകാരത്തിന്റെ ശക്തികളെ ശാസിക്കും. He would quench the powers of ജനത്തിന് darkness. ജയം നൽകി തരും. And he will give victory over അത് ഈ victory. ടെന്റ് ഉറപ്പിക്കാനല്ല, And that is not to strengthen ഈ your tent. ടെന്റ് ഉറപ്പിക്കാനല്ല, Not to strengthen up പക്ഷെ your tent. ക്രിസ്തുവിലേക്ക് നിന്റെ കണ്ണുകളെ വെക്കുവാൻ But if you focus your eyes on Christ. ദൈവം ശില്പിയായി നിർമ്മിച്ച Amen. The city that God is ദൈവം about to. പണിഞ്ഞ ഒരു ഭവനത്തിലേക്ക് Amen. A house built by കണ്ണുകളെ God. ഉയർത്തിക്കൊണ്ട് Amen. Can we just look on ഇതൊക്കെ it? പാഴും ശൂന്യമാണെന്ന് മനസ്സിലാക്കി Amen. Understanding all this ഒന്ന് are void ദൈവത്തെ and സ്തോത്രം empty. ചെയ്യാൻ പറ്റുമോ? Can we just praise അക്കരങ്ങൾ Him? തട്ടി ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? Put our hands together and worship Him. Come on, church, let's worship the name of the Lord. Hallelujah. I want to call out some of the focus. Amen. നിങ്ങളുടെ Some of your eyes. നിങ്ങളുടെ കണ്ണുകൾ Take out from the tent. ആമേൻ ഈ കൂടാരത്തിൽ നിന്നും മാറ്റി. Just because something is flourishing. ആമേൻ ചിലതൊക്കെ വർദ്ധിക്കുന്നതുകൊണ്ട്. Just because something is really working out. ആമേൻ ചിലതൊക്കെ നന്നായി പോകുന്നതുകൊണ്ട്. That doesn't matter. It doesn't matter. ആമേൻ അതൊന്നുമല്ല. That doesn't mean that you belong to this place. അതിന്റെ അർത്ഥം നിങ്ങൾ അവിടെ ഉള്ളവനായിരിക്കണമെന്നല്ല. These are just bonus. ഇതൊക്കെ ചില ബോണസുകൾ മാത്രമാണ്. ലോകത്തിലെ മനുഷ്യന് അത്രയും കിട്ടാമെങ്കിൽ Amen. If a worldly man can receive that much. ദൈവത്തിന്റെ മക്കൾക്ക് ഒരു നന്മയ്ക്കും മുടക്ക് വരാതെ നടത്തുവാൻ എന്റെ ദൈവം ശക്തനായ Amen. ദൈവമാണ്. My God is able to lead you by lacking nothing. Hallelujah. Hallelujah. Our God can fulfill all the desires of your heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ സകല ആഗ്രഹങ്ങളെ നിവർത്തിക്കാൻ And കഴിയുന്ന if you are still ദൈവമാണ്. praying for that, നിങ്ങൾ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ I want to tell you, if you work hard, നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ God can bless you. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയും. There is a principle of both working and blessing. ആമേൻ. പരിശ്രമവും അനുഗ്രഹവും തമ്മിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. Isaac sowed. ആമേൻ. ഇസഹാക്ക് വിതയ്ക്കുവാനിടയായി. But God blessed. പക്ഷേ ദൈവം അനുഗ്രഹിച്ചു. Isaac sowed. ഇസഹാക്ക് വിതച്ചു. God blessed. ദൈവം അനുഗ്രഹിച്ചു. ഒന്ന് ദൈവത്തെ സ്തോത്രം Can we ചെയ്യാൻ just പറ്റുമോ? praise God?
We cannot be like sitting idle. ആമേൻ. നമുക്ക് വെറുതെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. Lazy people. ആമേൻ. ഒന്നും ചെയ്യാതിരിക്കാൻ. Doing nothing. ഒന്നും ചെയ്യത്തില്ല. Just sleeping all day. ആമേൻ. ഒരു ദിവസം മൊത്തം വെറുതെ കിടന്നുറങ്ങുന്നു. All TV serials. ആമേൻ. വെറുതെ ഇരുന്ന് ടിവി കാണുന്നു. And everything is there. ആമേൻ. എല്ലാം ഉണ്ട്. But nothing. We are not working. ആമേൻ. ഒരു പ്രവർത്തനം ഒരു And ജോലി there's a ചെയ്യുന്നില്ല. God, you are just going to bless me. ആമേൻ. ദൈവമേ അങ്ങനെ അനുഗ്രഹിക്കാൻ പോവാണല്ലോ. God doesn't bless that way. ആമേൻ. അപ്രകാരമുള്ള വ്യക്തികളെ ദൈവം You അനുഗ്രഹിക്കത്തില്ല. നിങ്ങൾ പരിശ്രമിക്കണം. God will bless you. ദൈവം അനുഗ്രഹിക്കും. But He is not going to bless you as you worked. ആമേൻ. നിങ്ങൾ പരിശ്രമിച്ചതിന് ഒത്തവണ്ണമല്ല ദൈവം He can give അനുഗ്രഹിക്കുന്നത്. 100 folds back what you're working. ആമേൻ. നിങ്ങൾ പരിശ്രമിച്ചതിന് 100 That is the favor of God. That is the favor of അതാണ് God. ദൈവത്തിന്റെ പ്രസാദം എന്ന് നമ്മൾ പറയുന്നത്. ഒന്ന് ചെയ്യുമ്പോൾ When we do one, അത് 10 ആക്കി തരുന്ന ദൈവമാണ്. I mean, just God who ഒന്ന് multiplies it ദൈവത്തെ to സ്തോത്രം 10. ചെയ്യാൻ പറ്റുമോ? Can we just praise God God? want to see some hard working people. ആമേൻ. ചില പരിശ്രമിക്കുന്നവരെ ദൈവം ഒന്ന് ശ്രദ്ധിക്കുന്നു. You know, there is a talk, no, don't work hard, work smart. ആമേൻ. നിങ്ങൾ പരിശ്രമിക്കേണ്ട, നിങ്ങൾ സ്മാർട്ടായിട്ട് പ്രവൃത്തി ചെയ്യുക. I mean, well, whatever it works. If it requires brain, if it requires body, whatever it is. ആമേൻ. അത് ബുദ്ധി കൊണ്ടോ അതോ ശരീരം കൊണ്ടോ എപ്രകാരം വേണമെങ്കിലും പരിശ്രമിക്കുക. To work smart, you need brain. ആമേൻ. നന്നായി ബുദ്ധിയോടെ ചെയ്യണമെങ്കിൽ To നല്ല work ബുദ്ധി വേണം. hard, you need good physics. ആമേൻ. നന്നായി പരിശ്രമിക്കണമെങ്കിൽ നല്ല ആരോഗ്യം വേണം. Both is your part. ആമേൻ. രണ്ടും നിങ്ങളുടെ But I ഭാഗമാണ്. want to let you know, God can bless you. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവം അനുഗ്രഹിക്കുവാനിടയാകും. Amen. ആമേൻ. Amen. ആമേൻ. I don't know if you have ever heard this one verse. ആമേൻ. ഈ ഒരു വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. But let me bring it. It is anti-Pentecostal. ആമേൻ. ഇത് പെന്തക്കോസ്തിന് വിപരീതമായിരിക്കും. Okay. Deuteronomy 8:18. ആമേൻ. ആവർത്തന പുസ്തകം 8:18. Let's read. നമുക്കൊന്ന് വായിക്കാമോ? അതിന്റെ മലയാളം എന്തുവാ? നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളത് പോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ഓ, അതുണ്ടോ അതിനകത്ത്? God gives power to get wealth. And it's a biblical philosophy. ആമേൻ. ഇതൊരു വചനപ്രകാരമായ ഒരു തത്വമാണ്. We are not very prosperity theology people here. നാം ഇവിടെ പ്രോസ്പെരിറ്റി തിയോളജി ഒന്നുമല്ല But പറയുന്നത്. remember, wealth is, in Old Testament, wealth was all about money. ആമേൻ. പഴയ നിയമത്തിൽ ധനം എന്ന് പറയുന്നത് അത് സമ്പാദ്യം, For us, പൈസയെക്കുറിച്ചാണ്. wealth is everything. പക്ഷെ നമുക്ക് ധനം എന്ന് പറയുന്നത് സകലവുമാണ്. Peace in family. ആമേൻ. കുടുംബജീവിതത്തിലുള്ള സമാധാനം. Peace in church. ആമേൻ. സഭയിലുള്ള സമാധാനം. A good night's sleep. നല്ലോണം വിശ്രമിക്കുവാൻ കഴിയുന്നത്. Hello. ആമേൻ. Not depending too much on all these, all kind of extra support. ആമേൻ. വിശ്രമിക്കുവാൻ മറ്റ് സപ്പോർട്ട് ഒന്നും തേടുന്നതല്ല. Without that, അതൊന്നുമില്ലാതെ God can give us a bless. ആമേൻ. നല്ല ഒരു വിശ്രമം ദൈവത്തിന് തരുവാൻ കഴിയും. Amen. ആമേൻ. കോടികൾ ഉണ്ടാക്കിയിട്ട് രാത്രി ഉറങ്ങാത്ത എത്രയോ പേരുണ്ട്. There are people who have made millions but cannot sleep at night. രാത്രി ബ്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. Even at night their brain is still working. ഒരു കോടിനെ എങ്ങനെ 10 കോടി ആക്കാം? How can I turn my 1 million to 10 million? ഒരു കോടി 10 കോടി ആക്കാൻ വേണ്ടി ഇങ്ങനെ രാത്രി ബ്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. And whole night they're thinking about the same. ബ്രെയിൻ ഷട്ട് ഡൗൺ ആകത്തില്ല. And their brain is not quiet. രാത്രിയാമങ്ങൾ ബ്രെയിൻ ഷട്ട് ഡൗൺ ആകണം. At night you need to shut down your ആ brain. ഷട്ട് ഡൗൺ ആകുന്ന ആ ഹെൽത്തിന്റെ ഏറ്റവും നമ്മൾ ഹെൽത്തി ആണെന്നുള്ള അതിന്റെ ഒരു ബ്ലെസ്സിങ് അതാ. I mean, that is the blessing that you have a healthy brain. Praise God. അതുകൊണ്ട് വിശ്വാസികളായ നാം So as believers, trust God. ദൈവത്തിൽ He ആശ്രയിക്കുക. can bless us. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കുവാൻ കഴിയും. Work enough where He can bless you. ആമേൻ. നാം പരിശ്രമിക്കുക, ദൈവം അനുഗ്രഹിക്കും. Okay, remember that this is a temporary thing. ഇതൊരു താൽക്കാലികമായ വസ്തുതയാണ്. 2 Corinthians 5:1 says, ആമേൻ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5:1 the പറയുന്നു. earthly tent will be destroyed. ഈ ഭൗമമായ കൂടാരം നശിച്ചു പോകും. It's very temporary. അത് താൽക്കാലികമാണ്. Can we put our identity in Christ? നമ്മുടെ വ്യക്തിത്വം ക്രിസ്തുവിൽ ഒന്നാക്കുവാൻ കഴിയുമോ? Whatsoever you are getting here, നിങ്ങൾക്ക് ഇവിടെ എന്ത് ലഭിച്ചാലും but our focus is Christ. നമ്മുടെ ലക്ഷ്യം Our ക്രിസ്തുവാണ്. focus is a city that is coming soon. ആമേൻ. അധികം താമസിക്കാതെ വരുന്ന പട്ടണമാണ്. പെന്തിക്കോസ്ത് സഭകളിൽ വരുവാനുള്ള ദേശത്തെ കുറിച്ച് പ്രസംഗിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറുന്ന കാലഘട്ടമാണ്. Amen. These days it is difficult to preach these in Pentecostal churches. പക്ഷേ നമ്മുടെ കർത്താവ് വേഗം വരാറായി. But our Lord is coming very ലോകം soon. വിളിച്ചു പറയുന്നു കർത്താവ് വേഗം Amen. വരാറായി. The world is declaring that our Lord ഈ is coming very soon. താൽക്കാലിക ടെന്റുകളെല്ലാം മാറാറായി. Amen. It is time to all these temporary tents will go away. വേഗം തന്നെ പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കും. Oh, you would hear the sound of the ഗംഭീര archangel. നാദത്തോടെ നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. Oh, with a loud voice our Lord is അവൻ coming soon. മേഘാരൂഢനായി He is വരുമ്പോൾ coming on the clouds. ഹല്ലേലൂയ ദൃഷ്ടി
മറ്റേ ടെന്റിൽ വെക്കാതെ, Amen. Rather than putting our focus on this temporary ഫോക്കസ് tent. ടെന്റിലേക്ക് വെക്കാതെ, Amen. Rather than focusing on this tent. അവങ്കിലേക്ക് നോക്കാൻ വേണ്ടി Amen. To look on ഇന്ന് to പകൽക്കാലം him. ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ. Amen. I'm calling out to the Lord. Can I get some good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? So talking about identity in Christ, ആമേൻ ക്രിസ്തുവിലുള്ള വ്യക്തിത്വത്തെ പറയുമ്പോൾ seeing that our life here is temporary, ആമേൻ ഈ ലോകത്തിലുള്ള ജീവിതം there is a താൽക്കാലികമാണ്. permanent house coming for us. നമുക്ക് വേണ്ടി ഒരു നിത്യമായ ഭവനമുണ്ട്. Number 2, രണ്ടാമതായി the second thing is, രണ്ടാമത്തെ വസ്തുത, what was the second thing Abraham and Isaac and the whole clan did? ആമേൻ അബ്രഹാം ഇസ്ഹാക്ക് മറ്റുള്ളവർ ചെയ്ത They രണ്ടാമത്തെ വസ്തുത started building their altars. അവർ യാഗപീഠങ്ങൾ പണിയുവാനിടയായി. What is that? That is building up. അതൊരു പണിയെടുക്കുകയാണ്. That was not automatic. ആമേൻ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നത്. Somebody has to do something. ഒരു വ്യക്തി എന്തോ ചെയ്യേണ്ടത് ആവശ്യമാണ്. Build. ആമേൻ പണിയുക. This is building an intimacy, developing an intimacy with God. ഇത് ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പം സ്ഥാപിക്കുക, പണിതെടുക്കുക. First of all, we are establishing our identity in Christ. ഒന്നാമതായി ക്രിസ്തുവിൽ നമ്മുടെ വ്യക്തിത്വം കേന്ദ്രീകരിക്കുക. Second step of Christian maturity is you are building your altar. രണ്ടാമത്തെ ക്രിസ്തീയ വളർച്ചയുടെ ലക്ഷണം നാം ദൈവവുമായിട്ടുള്ള അടുപ്പം I സ്ഥാപിക്കുക. want to let you know that ആമേൻ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. on one side you are talking about this altar. ആമേൻ ഒരു വശത്ത് ഈ യാഗപീഠത്തെ കുറിച്ച് പറയും. You know, in Old Testament these altars were physical. ആമേൻ പഴയ നിയമത്തിൽ ഇത് ഫിസിക്കൽ ആയിട്ടുള്ള But യാഗപീഠങ്ങളായിരുന്നു. in New Testament പക്ഷേ പുതിയ നിയമത്തിൽ it's not physical. അത് ഫിസിക്കൽ അല്ല. You and I, we are the altars of God. നാം ഓരോരുത്തരാണ് ഈ യാഗപീഠങ്ങൾ. Romans 12:1 says. റോമർക്കെഴുതിയ ലേഖനം 12:1 നാം വായിക്കുന്നു. Come on church, can we read it together? നമുക്ക് ചേർന്ന് അത് വായിക്കുവാൻ കഴിയുമോ? Therefore I urge you, brothers and sisters, in the view of God's mercy, to offer your bodies as a living sacrifice, Amen. holy and pleasing to God. That is your true and proper worship. Amen. 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 So in Old Testament, പഴയ നിയമത്തിൽ our patriarchs built altars. ആമേൻ പിതാക്കന്മാർ യാഗപീഠം പണിയുവാനിടയായി. But in New Testament, പക്ഷേ പുതിയ നിയമത്തിൽ we are the altars. നാം ആകുന്നു ആ യാഗപീഠം. Because we are born by the blood of Jesus കാരണം Christ. ക്രിസ്തുവിന്റെ പുണ്യാഹ So രക്തത്താൽ every വിലക്കിവാങ്ങപ്പെട്ടവരാണ്. altars over here, ആമേൻ ഇവിടെ ആയിരിക്കുന്ന സകല our യാഗപീഠങ്ങളും body is a living sacrifice. ആമേൻ നമ്മുടെ ശരീരം തന്നെ ജീവനുള്ള It യാഗമാണ്. requires extra building. ആമേൻ അല്പം കൂടി അധികമായ ഒരു It പണിയെടുക്കേണ്ട requires ആവശ്യമാണ്. extra effort. അല്പം കൂടി അധികമായ പരിശ്രമം ആവശ്യമാണ്. What is happening on this altar? ആമേൻ ഈ യാഗപീഠത്തിൽ എന്താണ് സംഭവിക്കുന്നത്? Come on. Can I get your attention? നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ചലിപ്പിക്കാൻ What is കഴിയുമോ? actually happening on this altar? എന്താണ് ഈ യാഗപീഠത്തിൽ സംഭവിക്കുന്നത്? Animal is put there. ഒരു യാഗമൃഗത്തെ അവിടെ The വെക്കും. flesh dies. ആമേൻ അവിടെ ജഡം മരിക്കുവാനിടയാകും. And God speaks. ആമേൻ ദൈവം And the സംസാരിക്കുവാനിടയാകും. fire fall down. അഗ്നി ഇറങ്ങുവാനും 3 ഇടയാകും. things happen. 3 വസ്തുതകൾ സംഭവിക്കും. Flesh dies. ജഡം മരിക്കും. God speaks. ദൈവം സംസാരിക്കും. And fire falls. ആമേൻ തീ We ഇറങ്ങുവാനിടയാകും. are the altar of God. നാം ആകുന്നു We ദൈവത്തിന്റെ are the യാഗപീഠം. altar sacrifice. ആമേൻ നാം നമ്മെ തന്നെയാണ് When we have യാഗമർപ്പിക്കുന്നത്. the intimacy with God, ദൈവവുമായി അടുപ്പം these സ്ഥാപിക്കുമ്പോൾ 3 things should ഈ happen. 3 വസ്തുതകൾ നടക്കണം. Our flesh dies. നമ്മുടെ ജഡം മരിക്കണം. And God speak to us. ദൈവം നമ്മോട് And we are സംസാരിക്കണം. carried by the anointing of Holy Ghost. ആമേൻ പിന്നെ പരിശുദ്ധാത്മാവിന്റെ Somebody അഭിഷേകം need to എനിക്ക് say ലഭിക്കുന്നത്. amen to this. എത്ര പേർ ആമേൻ എന്ന് Our പറയും? flesh dies. നമ്മുടെ ജഡം മരിക്കും. Our pride dies. ആമേൻ നമ്മുടെ പ്രൈഡ് Our മരിക്കും. jealousy dies. നമ്മുടെ ജലസി മരിക്കും. Our robbery dies. നമ്മുടെ കൗശലങ്ങളെല്ലാം Our മാറും. competition dies. നമ്മുടെ മത്സരങ്ങൾ മരിക്കും. Every kind of hatredness dies. സകലമായ വിരോധങ്ങളും മരിക്കും. Every kind of satanic things dies. പൈശാചികമായ സകലതുമോട് മരിക്കും. And then God speak to അപ്പോൾ us. ദൈവം നമ്മളോട് സംസാരിക്കും. Bible says, വചനം പറയുന്നു put your body to death, നിങ്ങളുടെ flesh to death, നിങ്ങളുടെ ജഡത്തെ മരിപ്പിക്കുക. so that the spirit can live in this. ആമേൻ അതുകൊണ്ട് ആത്മാവിന് നിങ്ങളിൽ Somebody, വസിക്കാം. can you praise God? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? Spiritual maturity doesn't come overnight. ആമേൻ അത് ഒരു രാവും കൊണ്ട് ഉണ്ടാകുന്നതല്ല. It ഈ doesn't come വളർച്ച just by identity. ആമേൻ വ്യക്തിത്വം ഉണ്ടായതുകൊണ്ട് It വരത്തില്ല. doesn't come just by identity. അത് വെറും വ്യക്തിത്വം കൊണ്ട് മാത്രം വരികയില്ല. But it also requires building up an altar before the Lord. പക്ഷേ അതിനോടൊപ്പം ദൈവത്തിന്റെ മുമ്പാകെ ഒരു യാഗപീഠം Every പണിയുന്ന family, ആവശ്യമാണ്. can I call you? ഓരോ കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ. Mom and dads, can I call you? മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ. Grandparents, can I call you? ആമേൻ മുതിർന്നവരോട് ഞാൻ പറയട്ടെ. Kids, can I call you? കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ. Your life is a living നിങ്ങളുടെ sacrifice. ജീവിതം ഒരു ജീവനുള്ള Your യാഗപീഠമാണ്. life is an altar before the Lord. ദൈവത്തിന് മുമ്പാകെ നിങ്ങളുടെ ജീവിതം ഒരു But യാഗപീഠമാണ്. every day your flesh should
die. ഓരോ ദിവസവും നിങ്ങളുടെ ജഡം മരിക്കണം. The lust of flesh should die. ജഡത്തിന്റെ മോഹങ്ങൾ മരിക്കണം. Remember, it's not a one-day term. അത് ഒരു ദിവസത്തെ It doesn't പരിപാടിയല്ല. happen fortnight. ആമേൻ. അത് ഒരു രാത്രി കൊണ്ട് It's a മാത്രമല്ല. daily cleansing. അത് ഓരോ ദൈനംദിനമായി Can I call you? ചെയ്യേണ്ടതാണ്. It's a daily cleansing. അത് ഓരോ ദിവസവുമുള്ള ശുദ്ധീകരണമാണ്. Yes, in identity, ആമേൻ. വ്യക്തിത്വത്തിൽ you are justified. ആമേൻ. നിങ്ങൾ Are you നീതീകരിക്കപ്പെട്ടു. with me? ആമേൻ. In identity, നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തിൽ you are justified. നിങ്ങളെ നീതീകരിച്ചു. Not by your works, ആമേൻ. നമ്മുടെ പ്രവൃത്തിയാലല്ല. but by the work of Jesus Christ, and we receive it by faith. ആമേൻ. ക്രിസ്തുവിന്റെ പ്രവൃത്തിയാൽ നാം വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നു. But in intimacy, പക്ഷേ ഈ ഒരു അടുപ്പത്ത് it's a daily അത് sanctification. ദൈനംദിനമായ Can I get a good ശുദ്ധീകരണമാണ്. amen? നല്ലൊരു ആമേൻ It's a കേൾക്കാമോ? daily അത് sanctification. ദൈനംദിനമായ ശുദ്ധീകരണമാണ്. It doesn't happen like once and for all. അത് ഒരു ദിവസം എന്നേക്കുമായി Every നടക്കുകയില്ല. day it happens. ഓരോ ദിവസവും Can I call നടക്കുന്നതാണ്. my church today എന്റെ സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, for the intimacy with God, ദൈവത്തോടുള്ള where അടുപ്പത്തിന് the flesh should die, നമ്മുടെ ജഡം മരിക്കണം. and desires of flesh should die. ജഡത്തിന്റെ മോഹങ്ങൾ മരിക്കണം. You feel like hitting somebody, ആമേൻ. ആരെയോ ഹിറ്റ് ചെയ്യുന്ന പോലെ തോന്നും. it should die. അത് മരിക്കണം. The lust of flesh, ആമേൻ. ജഡമോഹങ്ങൾ it should die. അത് മരിക്കണം. Every competition spirit has to എല്ലാ die. മത്സര ബുദ്ധിയും മരിക്കണം. Every kind of pride has to die. പ്രൈഡ് എല്ലാം മരിക്കണം. And then God will speak. ആമേൻ. അപ്പോൾ ദൈവം സംസാരിക്കും. Have you ever noticed in the altar? ആമേൻ. ഈ യാഗപീഠത്തിൽ നിങ്ങൾ Have you ശ്രദ്ധിക്കുന്നുണ്ടോ? ever noticed on the altar, ആമേൻ. ഈ യാഗപീഠത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. when that skin and when that flesh is being burned? ആമേൻ. ആ ഒരു മാംസം കത്തിയെരിയുമ്പോൾ For human being, it's intolerable to smell that. ആമേൻ. ഒരു മനുഷ്യന് അത് ശ്വസിക്കാൻ പോലും കഴിയില്ല. But God, when He sees that flesh is being completely burned, പക്ഷെ ദൈവം നോക്കുമ്പോൾ ആ മാംസം പൂർണ്ണമായി കത്തിയെരിയുന്നത് കാണുമ്പോൾ God shows up. ദൈവം God വെളിപ്പെടുവാനിടയാകും. shows up. ദൈവം വെളിപ്പെടുവാനിടയാകും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, And this morning in the spirit let me declare ചിലതൊക്കെ this. കത്തി ചാമ്പലായി തീരുവാൻ വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, Amen. Can we just surrender ourselves to be burnt completely? ചിലതൊക്കെ ഒന്ന് കത്തുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, If we surrender for us to ചിലതൊക്കെ be burnt, മാറുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, if we submit to be changed, എന്റെ ദൈവം ഇന്നും വെളിപ്പെടുന്ന ദൈവമാണ്. our God can still അവൻ reveal to അബ്രഹാമിന് us. മാത്രമല്ല വെളിപ്പെട്ടത്, Amen. He didn't reveal just back അവൻ then. ഇസ്ഹാക്കിന് മാത്രമല്ല Not just വെളിപ്പെട്ടത്, for Isaac he അവൻ revealed. മോശയ്ക്ക് മാത്രമല്ല He വെളിപ്പെട്ടത്, didn't reveal just for Moses. അവന് പത്രോസ് മാത്രമല്ല He വെളിപ്പെട്ടത്, didn't reveal just for Peter. ഏലിയാവിന് മാത്രമല്ല Even വെളിപ്പെട്ടത്, not just for ഇന്നും Elijah. വെളിപ്പെടുവാൻ ശക്തനായ But he is ദൈവമാണ്. able to reveal even ഒന്ന് to താഴ്ത്താൻ us. സമർപ്പിക്കാൻ പറ്റുമോ? Oh, if we can surrender Can this ourselves. church come to that intimacy? ഒരു അടുപ്പത്തിലേക്ക് സഭയ്ക്ക് Somebody need to give a വരുവാൻ big hand to the Lord. എത്ര പേർക്ക് കരങ്ങളെ അടിച്ച് ദൈവത്തെ ജൂഡാബാഷ്യ, സ്തുതിക്കാൻ കഴിയും? ആത്മത്തിൽ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ Oh, പറ്റുമോ? can we just worship him for a moment? ഹാദരബാഷ്യ, തേലബാഷ്യ. As we are worshiping, നാം ആരാധിക്കുമ്പോൾ, as we are worshiping, നാം ആരാധിക്കുമ്പോൾ, let some self go. നമ്മുടെ സ്വയം ഒന്ന് Some മാറട്ടെ. selfish pattern will go. നമ്മുടെ സ്വയത്വം ഒന്ന് മാറട്ടെ. Amen. ആമേൻ. I want to tell you this. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, When the self goes, നമ്മുടെ സ്വയ ഇച്ഛകൾ മാറുമ്പോൾ there is healing. അവിടെ ഒരു സൗഖ്യമുണ്ടാകും. Mental healing, ഒരു മാനസിക physical സൗഖ്യം, healing, ശാരീരിക സൗഖ്യം, spiritual healing, ആത്മീകമായ സൗഖ്യം, emotional healing. വൈകാരികമായ It all സൗഖ്യം. comes with the intimacy with God. ആമേൻ. അതെല്ലാം ദൈവത്തോടുള്ള അടുപ്പം സ്ഥാപിക്കുവാനാണ് Amen. ഉണ്ടാകുന്നത്. How do you bring ആമേൻ. this intimacy? എങ്ങനെ നമുക്ക് ഈ അടുപ്പം In സ്ഥാപിക്കാം? New Testament, പുതിയ നിയമത്തിൽ through prayer, പ്രാർത്ഥനയിൽ, through word of God, വചനത്തിൽ കൂടെ, through worship. ആരാധനയിലൂടെ. And remember, what was the command? എന്തായിരുന്നു ദൈവത്തിന്റെ കൽപ്പന? You pitch the tent, നിങ്ങൾ കൂടാരം അടിക്കുക, build the altar. അവിടെ യാഗപീഠം പണിയുക. It was a daily process. അത് എന്നും ചെയ്യേണ്ട പരിപാടിയായിരുന്നു. Pitch was for once, ആമേൻ. കൂടാരം ഒരിക്കലാണ് അടിക്കേണ്ടത്. and then you move to a different place. പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകും. But building altar was a daily thing. പക്ഷെ യാഗപീഠം പണിയുന്നത് എന്നും ചെയ്യേണ്ടതാണ്. Intimacy is a daily thing. ദൈവവുമായിട്ടുള്ള അടുപ്പം എന്നുമുള്ളത് It ആവശ്യമാണ്. doesn't come only during revival meeting. അത് ഉണർവ് യോഗങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതല്ല. We are waiting for next 7 days of fasting അടുത്ത prayer. 7 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. Next intimacy. നാം അടുത്ത അടുപ്പത്തിന് വേണ്ടി. Till then we have a break. അതുവരെ നാം ഒരു ബ്രേക്ക് എടുത്തേക്കാണ്. Altars doesn't have a break. ആമേൻ. യാഗപീഠത്തിന് ഒരു ബ്രേക്ക് Altars എടുക്കില്ല. is a daily thing. അത് ദൈനംദിനമായ Prayer is a വസ്തുതയാണ്. daily thing. പ്രാർത്ഥന എന്നും ചെയ്യേണ്ടതാണ്. Reading word is a daily thing. എന്നും വായിക്കേണ്ടതാണ് ഈ Come on വചനം. church, come on. Reading ആമേൻ. word is a daily എല്ലാ thing. ദിവസവും വായിക്കേണ്ടതാണ് ഈ വചനം. Reading word is a daily ഈ thing. വചനം എന്നും Somebody വായിക്കേണ്ടതാണ്. need to say amen. എത്ര പേർക്ക് ആമേൻ Worship പറയാം? is a daily thing. ആരാധന എന്നും Worship ചെയ്യേണ്ടതാണ്. is not a Sunday thing. ആരാധന ഞായറാഴ്ച മാത്രമുള്ളതല്ല. Come on, worship is not a Sunday thing. ആരാധന ഞായറാഴ്ച
ആഴ്ചക്ക് മാത്രമല്ല, every day we have to set up a worship. ആമേൻ, എല്ലാ ദിവസവും ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. 3 things happens on the altar. ആമേൻ, യാഗപീഠത്തിൽ 3 വസ്തുതകൾ ഉണ്ടാവും. You experience God, ദൈവത്തെ അനുഭവിക്കുക, you speak to God, ദൈവത്തോട് സംസാരിക്കുക, and you hear God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇടയാകും. Amen. ആമേൻ. And I want to let you know, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, when you establish your identity, ആമേൻ, നിങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിക്കുമ്പോൾ, when you have the intimacy, ആ അടുപ്പം സ്ഥാപിക്കുമ്പോൾ, no matter what, എന്ത് തന്നെയായിരുന്നാലും, this is a generational thing. ആമേൻ, ഇതൊരു തലമുറകളിലുള്ള Abraham വസ്തുതയാണ്. started, അബ്രഹാം തുടങ്ങി, it continued with Isaac, അത് ഇസഹാക്കിൽ it തുടർന്നു, continued with Jacob, അത് യാക്കോബിൽ തുടർന്നു, it continued with Moses. മോശയിൽ തുടർന്നു. Generation to generation that was ആമേൻ, continued. തലമുറയായി തുടരുവാനിടയായി. ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, In the spirit, let me declare this കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന കുടുംബങ്ങളോട് ഞാൻ വിളിച്ചു to പറയാം, families who call unto the Lord. അല്പം ഭോഷത്വം തോന്നിയാൽ Oh, പോലും, it might seem foolishness നിങ്ങളുടെ to some. പ്രാർത്ഥനകൾ കുഞ്ഞുങ്ങൾക്ക് അരോചകത്വമായി തോന്നിയാൽ Oh, പോലും, it might seem so much irritated to the നിങ്ങളുടെ kids. പാട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് അരോചകത്വമായി Your തോന്നിയാൽ പോലും, songs and worship might be irritating the വലിയ children. പിച്ചൊന്നും കണ്ടില്ലെങ്കിലും, Though there might not be a pitch and tune, വലിയ റിതമൊന്നും there കണ്ടില്ലെങ്കിലും, might not be good rhythm to നിന്റെ it. പ്രാർത്ഥന ആ പിൻകാലത്ത് നിന്റെ തലമുറ കർത്താവിനെ സന്നിൽ വെക്കുന്നത് എന്ന് വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവിൽ In the days to come, your prayers, your worship will do greater things for your generation. വലിയ വാക്കും ഭാഷണമൊന്നും കാണത്തില്ല, I mean, you might not be able to speak well. വലിയ വാക്കും ഭാഷണം Oh, you കാണത്തില്ല, might not have big words. വലിയ റിതമും കാണത്തില്ല, No big rhythms. വേണ്ട. No need. പക്ഷെ നിന്റെ പ്രാർത്ഥന തലമുറകൾക്ക് ഒരു വിടുതലായി മാറും. But your prayer will be a blessing for your അവർ generation. എത്ര ദൂരെ പോയാലും No matter how far they have gone, ഈ പ്രാർത്ഥന വെറുതെ പോകുകയില്ല. your prayers will never go in vain. ലോകത്തിന് അറ്റത്തുനിന്ന് അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നിന്റെ മുമ്പിൽ കർത്താവിനെ Hallelujah. മുട്ടുമടക്കി ആരാധിക്കുന്ന ഒരു രംഗം നിന്റെ കണ്ണുകൊണ്ട് കാണിക്കുവാൻ എന്റെ ദൈവം ശക്തൻ. Amen. Even though they have gone to the ends of the world, God will bring them back and bring them to the presence of God. Amen. Hallelujah. Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? And the third thing is, മൂന്നാമത്തെ വസ്തുത, what is the impact? ആമേൻ, എന്താണ് ഇതിന്റെ സ്വാധീനം എന്ന് പറയുന്നത്? Abraham, Isaac generation, they didn't just pitch the ആമേൻ, tent. അബ്രഹാമും ഇസ്ഹാക്കും അവർ കൂടാരമടിക്കുക മാത്രമല്ല, They didn't just build the altar. അവർ യാഗപീഠം പണിയെടുക്കുക മാത്രമല്ല, They also started digging wells. ആമേൻ, അവർ കിണറുകൾ കുഴിക്കുവാനും You know തുടങ്ങി. what does that mean? എന്താണ് അത് കാണിക്കുന്നത്? It's not just about us, ആമേൻ, നമുക്ക് വേണ്ടി മാത്രമല്ല, but many people. മറ്റുള്ള ഒരുപാട് Many ജനങ്ങൾ, have to be blessed. ഒരുപാട് പേര് ഇതിൽ That is അനുഗ്രഹിക്കപ്പെടണം. my impact. അതാണ് എന്റെ സ്വാധീനം എന്ന് That is my പറയുന്നത്. influence. അതാണ് എന്റെ സ്വാധീനം എന്ന് That is my പറയുന്നത്. serving mentality. അതാണ് എന്റെ ശുശ്രൂഷ എന്ന് That is പറയുന്നത്. my ministry. അതാണ് എന്റെ ശുശ്രൂഷ. You know, John 7:38 says, യോഹന്നാന്റെ സുവിശേഷം 7:38 out of his heart will flow the rivers of അവരുടെ living water. ഹൃദയങ്ങളിൽ നിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകും. Matthew 5:14 says, മത്തായി സുവിശേഷം 5:14 you are the light of the world. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Ephesians 2:10 says, എഫെസ്യർ 2:10 പറയുന്നു, we are his workmanship, നാം അവന്റെ കൈപ്പണിയല്ലയോ, created for good works. നല്ല പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ So church, ഒരുക്കിയിരിക്കുകയാണ്. can I call you today? അതുകൊണ്ട് സഭയോട് വിളിച്ചു പറയട്ടെ, It's not just identity. അത് ഒരു വ്യക്തിത്വം It's മാത്രമല്ല, not just intimacy. അത് അടുപ്പം മാത്രമല്ല. Every Christian should understand. പക്ഷേ എല്ലാ ക്രിസ്ത്യാനികളും Every അറിയണം, believer should എല്ലാ understand. വിശ്വാസികളും അറിയണം, You are making an impact to this world. ആമേൻ, ലോകത്തിന് നിങ്ങൾ ഒരു സ്വാധീനിക്കാൻ You are an കഴിയും. impact in your family. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരു You are സ്വാധീനമുണ്ട്. an influence in your family. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസ് You ഉണ്ട്. are an influence in the church. സഭയിൽ നിങ്ങൾക്ക് ഒരു സ്വാധീനമുണ്ട്. This well represent a community. ആമേൻ, ഈ കിണർ ഒരു കമ്മ്യൂണിറ്റിയെ കാണിക്കുന്നു. Well is not one person for one person. ആമേൻ, ഈ കിണർ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, It is for the community. അത് ആ ഒരു കൂട്ടത്തിന് മൊത്തമാണ്. It can be a local church. ആമേൻ, അതൊരു പ്രാദേശിക It can be a സഭയായിരിക്കാം, community. അതൊരു It കൂട്ടായ്മയായിരിക്കാം, can be a ministry. അതൊരു ശുശ്രൂഷയായിരിക്കാം, It can be a spiritual family. അതൊരു ആത്മീയ But I കുടുംബമായിരിക്കാം. want to let you know, പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് you പറയട്ടെ, become a source of blessing. ആമേൻ, നിങ്ങൾ ഒരു അനുഗ്രഹത്തിന് ഉറവയായി ഞാൻ മാറും. ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുവാ, This morning, let me tell you this. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. When God will bless you, പക്ഷെ നിങ്ങളെ അനുഗ്രഹിക്കാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുമോ? amen, but will you become a blessing for others? Hallelujah. If God gives you $1 million, ആമേൻ, ദൈവം നിങ്ങൾക്ക് $1 ബില്യൺ തരുക. do you think you will be a blessing for others? ആമേൻ, നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കുമോ? Why would God give you something that you are not going to bless others? ആമേൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ദൈവം തരുന്നത്? The only reason why God is blessing you, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന്റെ so that കാരണം you become a blessing. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും. Hallelujah. Hallelujah. പണം കൊടുത്തിട്ട് നമ്മൾ വലിയ ആളാകാനല്ല. It is not to get name and fame after giving money, പണം കൊടുത്തിട്ട് എനിക്കൊരു പേര് കിട്ടാനും or not to earn a name after giving money. ദൈവം നമുക്ക് നൽകി തരുന്ന
തരുന്ന എല്ലാ ബ്ലെസ്സിങ്ങും but every blessing that the Lord അത് gives, ദൈവത്തിന്റെ കരവിരുതാന്ന് മനസ്സിലാക്കിക്കോണം. amen, understand it's from the Lord. ഒന്ന് ശ്വസിക്കുന്ന ശ്വാസം അകത്ത് പോയിട്ട് തിരിച്ചു പോയില്ലെങ്കിൽ അത്രേ ഉള്ളൂ നമ്മുടെ Even if you take the breath in but you have not to send it out, that is all our life. Can we thank God who blessed us? നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? Hello, can we bless the name of the ആ Lord? ദൈവത്തിന്റെ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ കഴിയുമോ? It is not just for you. ഇത് നമുക്ക് വേണ്ടി When മാത്രമല്ല. God blesses, it's not just for you. അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി മാത്രമല്ല, It's for others too. അത് മറ്റുള്ളവർക്കും കൂടിയാണ്. Come on, church. Amen. Come on, church. Amen. I want to call on some of the families. ചില കുടുംബങ്ങളെ വിളിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. When one of you in your family get blessed, ആമേൻ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുമ്പോൾ, and there is someone who is really suffering, ആമേൻ, മറ്റൊരു വ്യക്തി ഒരുപാട് in the കഷ്ടതയിലായിരിക്കുമ്പോൾ, same family, അതേ കുടുംബത്തിൽ someone is really going in poverty, ആമേൻ, അതേ ഒരുപാട് ദാരിദ്ര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, and you are running around the world, ആമേൻ, പക്ഷെ നിങ്ങൾ ലോകമൊത്തം ചുറ്റുകയാണ്, posting all kind of pictures on social media. സോഷ്യൽ മീഡിയയിൽ ആവശ്യത്തിന് അധികം പിക്ചറുകൾ When you know that someone in your family is really finding it difficult to get one time of bread, പക്ഷേ നിങ്ങളുടെ അതേ കുടുംബത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ദാരിദ്ര്യത്തിൽ കൂടി പോകുന്നവർ, you are answerable. ആമേൻ, അതിന് നിങ്ങൾ മറുപടി പറയേണ്ടത് ആവശ്യമാണ്. You are answerable. അതിന് നിങ്ങൾ മറുപടി പറയേണ്ടത് ആവശ്യമാണ്. We need to be a good stewards of the finances of God has given. ദൈവം നൽകി തന്നിരിക്കുന്ന ധനത്തിന് നല്ല കാര്യ വിചാരകന്മാരായിരിക്കണം. We do all kind of charity ministry നാം ഒരുപാട് ചാരിറ്റി മിനിസ്ട്രീസ് ചെയ്യാറുണ്ട്, around the world. ലോകം മൊത്തം ചെയ്യാറുണ്ട്. But if someone who is worshiping with you പക്ഷെ നിങ്ങളോടൊപ്പം ആരാധിക്കുന്ന ഒരു വ്യക്തി doesn't have a money to buy another pair of clothes, ആമേൻ, മറ്റൊരു വസ്ത്രം വാങ്ങിക്കുവാൻ ഒരു കാശില്ലെങ്കിൽ, and your money goes to Africa, Antarctica, Atlanta, anywhere, ആമേൻ, പക്ഷെ നിങ്ങളുടെ ധനം മറ്റ് സ്ഥലങ്ങളിൽ പോവാണെങ്കിൽ, you are answerable. അതിന് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് ആവശ്യമാണ്. You are on that day ആ ദിവസത്തിൽ when you will stand in front of the judgment seat. ആമേൻ, ആ വിസ്താരത്തിൽ നിൽക്കുമ്പോൾ, Bible asks you a question. ആമേൻ, ഇപ്രകാരം ചോദിച്ചു, Would your hands be straight? ആമേൻ, നിങ്ങളുടെ കരം അവിടെ ബലപ്പെട്ട് Will you നിൽക്കുമോ? stand straight there? നിങ്ങൾക്ക് ബലപ്പെട്ട് നിൽക്കുവാൻ കഴിയുമോ? And also remember, when you become impactful, ആമേൻ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു സ്വാധീനമാകുമ്പോൾ, when you become influence, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു സ്വാധീനമാകുമ്പോൾ, Bible shows one more reality, and I will close with അവിടെ this. വചനം മറ്റൊരു യാഥാർത്ഥ്യം കൂടി കാണിക്കുന്നു. Nobody came and fought with them when they pitched the tent. കൂടാരമടിച്ചപ്പോൾ ആരും വന്ന് അവരോട് യുദ്ധം ചെയ്തില്ല, Nobody. ആരും പോരാട്ടം When they ചെയ്തില്ല. built the altar, nobody came. ആമേൻ, അവർ യാഗപീഠം പണിതപ്പോഴും ആരും മത്സരത്തിന് വന്നില്ല. When they dug well, പക്ഷേ അവർ കിണർ കുഴിച്ചപ്പോൾ whole Philistines came ആമേൻ, together. ഫിലിസ്തീർ മൊത്തത്തിൽ You ഇളകുവാനിടയായി. cannot do that. അത് ചെയ്യുവാൻ കഴിയുകയില്ല. That is the time you know that you are impactful. ആമേൻ, ആ സമയത്ത് തിരിച്ചറിയുക നിങ്ങൾ ഒരു സ്വാധീനമായി When you കഴിഞ്ഞിരിക്കുന്നു. see lot of attacks coming, ആമേൻ, ഒരുപാട് പ്രതികൂലങ്ങൾ വരുമ്പോൾ, when you see enemies attacking, ശത്രു ഒരുപാട് പ്രതികൂലമായി one വരുമ്പോൾ, after another attack comes, ഒന്നിനു പുറമെ ഒന്നൊന്നായി വരുമ്പോൾ, remember, ഓർക്കുക, you are already an influencer. ആമേൻ, നിങ്ങൾ ഒരു സ്വാധീനമായി തീർന്നിരിക്കുന്നു. Hallelujah. Hallelujah. പിശാച് തകർക്കാൻ നോക്കുമ്പോൾ, When the devil tries to destroy you, ജീവിതത്തിന് എതിരായി പല പ്രശ്നങ്ങൾ വരുമ്പോൾ, when all the things come against your life, പ്രതികൂലങ്ങൾ വരുമ്പോൾ, when all it becomes നിങ്ങൾ against already you, effective ആണെന്ന് മനസ്സിലാക്കിക്കോ. know that you're in being ചിലരൊക്കെ influential. ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, Oh, the Spirit wants to say to ചില some, കുടുംബങ്ങളുടെ അകത്ത് to some family, പാഞ്ഞു വരുന്ന പ്രശ്നങ്ങൾ, the things that are chasing and coming against you, ദുരന്തങ്ങൾ, oh, one after the other, the troubles, മരണങ്ങൾ, deaths, പ്രതികൂലങ്ങൾ, the things that are against. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം, When you see this, realize, ആയിരങ്ങൾക്ക് ഓൾറെഡി ഇൻഫ്ലുവൻഷ്യൽ ആയി oh, you മാറിയിട്ടുണ്ട്. have become influential for thousands പിശാച് elsewhere. ആകെപ്പാടെ ഭയപ്പെട്ടിരിക്കുക. The devil is scared seeing it. പക്ഷേ ജയം നൽകി തരുന്ന ഒരു കർത്താവ് നിന്നോടൊപ്പമുണ്ട്. But there is a God who gives you victory. Hallelujah. Hallelujah. ഫെലിസ്ത്യർ വന്ന് ഒന്ന് മൂടുമ്പോൾ Amen. When the Philistines come and cover up one well, 10 വേറെ നമ്മൾ ഉണ്ടാക്കും. oh, we will dig up another ഒന്ന് 10. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can we just praise him? അവൻ ഒന്ന് മൂടട്ടെ. Let him cover up അവൻ one. ഒന്ന് മൂടട്ടെ. Let him cover up one. 10 ഉണ്ടാക്കും. But we will dig another ഞാൻ give 10. up ചെയ്യത്തില്ല. I will not give up. ഞാൻ give up I will ചെയ്യത്തില്ല. not give up. യേശുവിന്റെ In നാമത്തിൽ Jesus' നമ്മൾ name. ഒരുമിച്ച് ദൈവത്തെ Can സ്തോത്രം we ചെയ്യാൻ just പറ്റുമോ? praise him together? യേശുവിന്റെ നാമത്തിൽ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. വിട്ടുകൊടുക്കയില്ല. I will not give up. വന്നോട്ടെ. Let him come. പ്രതികൂലങ്ങൾ വരട്ടെ. Let the opposition come. പ്രശ്നങ്ങൾ വരട്ടെ. Let problems come. എല്ലാ പൈശാചിക തന്ത്രം വരട്ടെ. Let every demonic ഞാൻ scheme come. വിട്ടുകൊടുക്കയില്ല. I will not give up. കുടിക്കുന്നത്
ഞാൻ നിർത്തുകയില്ല. I will not stop digging കുഴിക്കുന്നത് wells. ഞാൻ I നിർത്തുകയില്ല. will not stop digging wells. ബലം പ്രാപിക്കും. I will receive strength over strength. വിശ്വസിക്കുന്നുണ്ടോ? You believe it? കരങ്ങൾ തട്ടി ദൈവത്തെ Can we just put our hands together and worship ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് Him? നിൽക്കാം. Can we just rise up to your എല്ലാ feet? നാവും ദൈവത്തെ സ്തുതിക്കട്ടെ. Let every tongue praise Him. അല്പനേരം ആ രണ്ട് കരങ്ങൾ കൊട്ടിക്കൊണ്ട് Amen. Can we just put our hands ആ together? രണ്ട് കരങ്ങൾ ഒന്ന് തട്ടിക്കൊണ്ട് Amen. Putting our ഒരു hands ദൈവത്തെ together. സ്തോത്രം ചെയ്യാൻ Can we പറ്റുമോ? just praise Him? നിന്റെ ഇമ്പാക്ട് കളയല്ലേ? Amen. Do not lose your impact. നിന്റെ ഇമ്പാക്ട് കളയല്ലേ? Do not lose your impact. നിന്റെ ഇമ്പാക്ട് കളയല്ലേ? Do not lose your നിന്റെ impact. ഇൻഫ്ലുവൻസ് കളയല്ലേ? Do not lose your influence. അന്ധകാരത്തിന് മണ്ഡലങ്ങളെ തകർക്കാൻ ദൈവാത്മാവ് നിന്നോട് കൂടെയുണ്ട്. There is a God that stands with you. ഒരു ഫയർ ഉണ്ട്. Amen. There is a fire with you. നമ്മൾ കേട്ട ദൈവ ശബ്ദമുണ്ട്. We have heard the voice of God. ഓൾട്ടറിലെ ഫയർ മാറിയിട്ടില്ല. Amen. The fire on the altar has not gone away. ഓൾട്ടറിലെ ഫയർ The മാറിയിട്ടില്ല. fire on the altar has not gone away. ദൈവത്തെ സ്തോത്രം ചെയ്യാൻ Can we പറ്റുമോ? just praise Him this നിങ്ങളുടെ morning? മേലുള്ള അഭിഷേകത്തിന് മൂർച്ചയുണ്ട്. You have an anointing over നിങ്ങളുടെ you. മേലുള്ള അഭിഷേകമുണ്ട്. You have an ആ anointing. അഭിഷേകം ചലിക്കും. Amen. It will നിങ്ങൾ rekindle. കണ്ട തീയുണ്ട്. Amen. You have seen a ആ fire. തീക്കൊരു ശക്തിയുണ്ട്. It has a power. എതിർക്കുന്നവർ എതിർക്കട്ടെ. Let the opposition come. എതിർക്കുന്നവർ Let എതിർക്കട്ടെ. the opposition come. പ്രതികൂലങ്ങൾ വരട്ടെ. Let all the troubles come. കുഴികൾ മൂടട്ടെ. Let them cover up your ഒന്ന് walls. മൂടിയ പട്ടണം ഉണ്ടാക്കും. Amen. If you cover one, we ആ will dig കരങ്ങൾ 10. തട്ടി അല്പം ദൈവത്തെ സ്തോത്രം Can we ചെയ്യാം. just put our hands together and worship ഒരുമിച്ച് Him? ദൈവത്തെ സ്തോത്രം ചെയ്യാം. Let's worship Him together.